അത് നന്നായിട്ടോ കല്യാണ ഹീറോയിന് തൊട്ട് ഇപ്പുറത്ത് നെസ്റ്റോ. പക്ഷെ നെസ്റ്റോന്റെ ബോർഡ് പൊങ്ങിയിട്ട് കല്യാണ ഹീറോ കുഞ്ഞി. ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ള കല്യാണ ഹീറോ എത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ സൈൻ കൊടുക്കുന്ന വീഡിയോ, അതിൻ്റെ റിയാക്ഷൻ വീഡിയോ, സ്പ്ലെൻഡറിൻ്റെ 2025 മോഡല്, ടോപ്പ് മോഡൽ 1,05,000 6,000 സംതിങ് ആയി, 1,00,000+ ആയി. ആ ഡെലിവറി എടുക്കാൻ പോകുന്നു. കുറച്ച് സിഗ്നേച്ചേഴ്സ്, പേപ്പർ വർക്കും, എൻ്റെ ജസ്റ്റ് റൈഡിങ് വീഡിയോ, അല്ലെങ്കിൽ മണ്ടിത്തരം നാളെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇങ്ങനെ നെക്സ്റ്റോക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. മുമ്പ് നമ്മൾ നെക്സ്റ്റോനെ വീഡിയോ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞ എലിവേറ്ററിൻ്റെ ഒക്കെ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വോയിസ് ഇങ്ങനെ വേണ്ട വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് അവർ ഓടിച്ചു തരായിരുന്നു. അതും കാണിച്ചിട്ടുണ്ട്. അത് തേർഡ് പുറത്താണ്. അതിൻ്റെ സെക്കൻഡ് തേർഡ് മണ്ടത്തിൽ സ്റ്റാർട്ടൊക്കെ നോക്കി. അതിൻ്റെ സ്റ്റാർട്ടൊക്കെ കയ്യില്ല. രണ്ട് വീഡിയോസൊക്കെ നമ്മൾ നെക്സ്റ്റോന്ന് ഒരു ഷവർമ കഴിച്ചിരുന്നു. അതിൻ്റെ ചെറിയ ഭാഗം ഉൾപ്പെടുത്താൻ വിചാരിച്ചത്. വേണ്ട വെച്ചു അത് പീസിൻ്റെ സംതിങ് ആണ്. ഇഷ്ടമായില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവിടെ വോയിസ് ഉണ്ട്. ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. നാച്ചുറാലിറ്റി ഇട്ടു. ഞങ്ങൾ തന്നെ ബൈക്കിന് കുറച്ച് കഴിയണേ പറയുമ്പോൾ ഞങ്ങൾ പോകുന്നു. അപ്പോൾ സെൻറ്ററിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഫസ്റ്റ് പോയ കഥയും പിന്നെ കഥ വീഡിയോസ് ഞങ്ങൾ പോകണ എടുത്തുകൊണ്ട് അതിൽ വോയിസ് ഇറങ്ങി കൊടുക്കില്ല. ഇടയാണ് കൊടുക്കാം. അപ്പോൾ അത്രയ്ക്ക് ഈ പ്രത്യേകം പറയണം, എൻ്റെ വീഡിയോ അത്ര പ്രൊഫഷനല്ല. ഒരു സാധാരണ ആൾ ബൈക്ക് മേടിക്കാറുമ്പോൾ റിയാക്ഷൻസും പ്രൊസീജിയേഴ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. എനിക്ക് ആ ദിവസത്തേക്ക് നല്ല ഹാപ്പിയാക്കി. എനിക്ക് ഡ്രീം ബ്രേക്ക് ഉണ്ടായിരുന്നു സ്പ്ലെൻഡർ. എൻ്റെ അറേഞ്ചസ് ഞാൻ സ്പ്ലെൻഡർ മേടിച്ചു. പറ്റി നോക്കണ്ട ഇടയിൽ എന്ന് പറയുമ്പോൾ കടകട വെച്ചിട്ട് അതേപോലെ ഒരു എപ്പിക് റിയാക്ഷൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ സൗണ്ട്സ് ഉണ്ടാകാൻ സൗണ്ടില്ല. അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇട്ടതാണ്. ചില ഭാഗത്ത് കുഴപ്പമുണ്ട്. പിന്നെ എനിക്ക് നല്ല ബൈക്കായി തോന്നി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കമൻറ്റ് ചെയ്തിട്ട് ഇതിന് 1K+ വ്യൂസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അറിയണം. അപ്പം നിങ്ങളുടെ കയ്യിലാണ്. കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് റീച്ച് ദിസ് ടു 1K വ്യൂസ്. അതിന് ചെയ്യാണെങ്കിൽ മാത്രം എടുക്കും. എടുക്കട്ടെ ഞാൻ ഈ ബൈക്ക് കൊടുത്താൽ പോകുമ്പോൾ പറയാണ്ടായിട്ട് ഹെൽമെറ്റ് തരില്ല. ഞാൻ ഇതിട്ട് നോക്കി. എനിക്കെന്താ ഫിറ്റായി? എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ വാപ്പാക്ക് കൊടുത്ത് വാപ്പാക്ക് കറക്റ്റ് ഫിറ്റായി. വാപ്പ എടുത്തു. എനിക്ക് ഹെൽപ്പ് അടിക്കാൻ പോകും. അതിന് വീഡിയോ കിട്ടണം. അപ്പോൾ അതൊരു കണ്ടന്റ് ഇങ്ങനെ തൃശ്ശേരിക്ക് വരണം. ഓരോ പണികളെ
വണ്ടി പോകുന്നു ഗൈസ്. അല്ലേ എവിടെ ഓടിച്ചോട്ടെ വാപ്പ വീട്ടിൽ എത്തിച്ചു. നിർത്തിയിട്ട് സ്റ്റാർട്ടാക്കി ഇത് കാണിച്ചു തരാം. നോക്കിക്കോട്ടെ. AAEL ഹലോ. അത് കണ്ട സ്റ്റാൻഡിൻ്റെ ഇതാട്ടാ. അപ്പോൾ നോക്ക് ഇവിടെ സ്റ്റാൻഡ് ഇട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡ് തട്ടും തോറും നീങ്ങും. ഞാൻ ന്യൂട്രൽ. അപ്പോൾ ക്യാമറ പിടിച്ചിട്ട് അടക്കാൻ പറ്റില്ല. ശ്രമിച്ചോട്ടെ. ഇതാണ് സ്വിച്ച്. 935 ഉണ്ട്. പിന്നെ ഹോൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹെഡ്ലൈറ്റ്, പാസിങ്, എമർജൻസി. നോക്കിക്കോ. കറക്റ്റ് വീഡിയോ കാണിക്കാൻ ആരുമില്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെക്കാൻ മതി. നമ്മൾ സെറ്റായി. ഫസ്റ്റ് ഗിയർ ഇട്ടെ. ഇത് വേണ്ട ബ്രേക്ക്. പിന്നെ അതൊക്കെ ഓഫാക്കട. നോക്കിക്കോട്ടെ. സ്റ്റാൻഡ് ചെയ്യണം. പോവാ സ്റ്റാൻഡ് കിട്ടും. ഇതൊന്നും വേണ്ട. ക്ലച്ച് കിട്ടും. 535 ഓണായി. ക്ലച്ച് പിടിച്ചപ്പോൾ ഓഫായി ഓണായി. ഏതായിരിക്കും എനിക്ക് കാര്യം അറിയില്ല. ഇതിൽ ഡിഫറെൻറ്റ് മോഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ മോഡ്സൊക്കെ പിന്നെ കാണിക്കാം. ഇത് ഓഫായി വേണ്ട. ക്ലച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 535 ഉപയോഗം. അവിടെ ഒരു USB പോർട്ട് ഉണ്ട്. ഇതിന് ഇൻഡിക്കേറ്റർ കാണിക്കാം. എമർജൻസി ഞാൻ നിൽക്കാൻ പോയിട്ടാ. രണ്ടും കത്തും. നല്ല ലൈറ്റ് എന്താ പാസ് അടിക്കാം. അങ്ങനെയൊക്കെ തന്നെ. ബാറ്ററി ചാർജ് തീർക്കണില്ല. ഓഫാക്കട്ടെ. ക്ലച്ച് പിടിച്ചുകൊണ്ട് ക്ലച്ച് വീഴണം. എന്നിട്ട് ഓഫാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്യാമറ വയ്ക്കാണ്. ഞാൻ ഓഫാക്കി. ബൈക്ക് ഇട്ടു. ബൈക്ക് സൈഡാക്കി തീ പറിച്ചു. ഇനി പോവാണ്. പൈസ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഇതിലെന്താ AEL എന്നിട്ടാണ് എഴുതിക്കണേ. ഞാൻ സൈഡ് വൈസ് ഞാൻ കാണിച്ചു തരാം. കൊതുക് വന്നാണ് കേസ്. അതില്ലേ ഇപ്പം ഞാൻ ക്ലച്ച് പിടിക്കാണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കറക്റ്റ് ക്ലിയർ ആയില്ലേ. അത് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാം. ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ ഇടാം. പെണ്ണില്ലല്ലോ. ഇതാണ്. അപ്പം ശരി. ഞാനൊരു പ്രോ നല്ലത് കാണിക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഈ ക്ലച്ചിൻ്റെ ഇത് കണ്ട അവിടെ എന്താണ് ഒരു സെഡിൻ്റെ പാതി കട്ട വെച്ച് പോലെ ഇതുണ്ട്. ഇപ്പം അടുത്ത് വരുന്ന എല്ലാ വണ്ടികളുണ്ട്. ചാലേ ഈ ഹീറ്റിൻ്റെ സാധനം ഇല്ലേ എൻജിൻ്റെ ഇത് എന്തോ പറയും എനിക്കറിയില്ല. അതിക്ക് കായ തട്ടാണ്ടിരിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറേ നോബ് അതൊക്കെ ഉണ്ട്. പിന്നെ ഹീറ്റിങ് എന്തൊക്കെയൊക്കെ സാധനങ്ങൾ. പ്രോഗ്രാംഡ് F1 എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തോട്ടെ ഈ പ്രൊഡക്ഷൻ അടിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ ഇറക്കിയിരിക്കും. നിങ്ങൾ കണ്ടതിന് ട്രോൾ ചെയ്യും. നമ്പർ കണ്ടടിക്കും. എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. എന്നാലും വേണ്ട. നല്ല മിററൊക്കെ കണ്ട. ആ ഫ്രണ്ട് ഒക്കെ ചന്ത നോക്കും. ഞാൻ കത്തിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല. എനിക്ക് അത്ര ഡീറ്റെയിൽ കാണിക്കാൻ അറിയില്ലേ. പിന്നെ അതൊക്കെ ഓവറോൾ നല്ല ബൈക്കാണ്. എനിക്കിഷ്ടമായി. എന്നിടത്താണ് എല്ലാവരും കണ്ട. താങ്ക് യു. നമ്മുടെ സൈക്കിളൊക്കെ ഉണ്ട്. അതിനൊന്നും വർക്ക് ചെയ്തത്. ഇനി ഇവിടുത്തെ ഇത് കണ്ട. അവിടെ നമ്മൾ ടർപ്പായിട്ടുണ്ട്. അതൊക്കെ ഇടാൻ വരും. ഇടണമല്ല, ജസ്റ്റ് ഇട്ടൊരു ചെറിയ വീഡിയോ കാണിക്കും. കാണാതെ കണ്ടോ. വേറെ ആൻഡ്രോയിഡ് എന്നിട്ട് അറിയും. ഇതിൻ്റെ രണ്ട് മാസവും അതിന് വേണ്ടേ. ഞാൻ തെറ്റിയിട്ടു. ഞാൻ ശരി ആൾ ബൈക്ക് പോകണം. അപ്പോൾ 3rd 4th സംതിങ് ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ 3rd സെക്കൻഡ് സംതിങ് ആക്കി. എനിക്കപ്പോൾ ഈ ബൈക്ക് കിട്ടി. അപ്പം അറിയില്ല ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും ഗിയർ ഷൂട്ട് ചെയ്യണം. അത് കുറച്ചും കൂടെ ഞാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിലൈസ് ചെയ്തേ ആൻഡ് ജസ്റ്റ് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഞാൻ ശരിയല്ല. അപ്പോൾ ആളത്തേക്ക് വന്നിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ മോഡറേറ്റ് കാര്യങ്ങൾ അങ്ങനെ 1000 കിലോമീറ്റേഴ്സ് സർവീസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റേ ഉൾപ്പെടുത്തുന്നില്ല. വേണ്ടത് ഡീറ്റെയിലിൽ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ക്രൈറ്റീരിയ പാലിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ വരും.
0 ओके नेक्स्ट आ गए हम पार्किंग ഇവിടെ പാർക്കിംഗ് ഉണ്ടോ എനിക്കറിഞ്ഞിട്ട് ഇവിടെ നല്ലത് ആയി സീനാണല്ലോ ഇത് ഇറക്കം ബിരിയാണി ഉണ്ടാവും ഏറ്റവും കൂടുതൽ കണ്ട ഒപ്പീനിയൻസ് പാർക്കിംഗ് ഉണ്ട് ഇതുവരെ പറയുന്നുണ്ട് എന്റെ തനി റിയാക്ഷൻ ഞാൻ മേടിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയണില്ല ഞാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കും recording कर ഞങ്ങളവിടുന്ന് ഡ്രീം കേക്കൊക്കെ ബുക്ക് ചെയ്ത് എന്തോ ജംപോപ്പ് പോപ്കോൺ എന്തോ സംഭവം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോൾ ഒരു ഇത് കണ്ടു ഒരു വലിയ ഫ്ലോറിൽ വെച്ച് ആഡ് കാണിക്കില്ലേ $6.9 ഷോപ്പിംഗ് കാണിക്കുന്നു രാവിലെ ഒരു പുതിയ കാർഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വേണ്ടവർക്ക് മേടിക്കണം ഞാനൊരു തമ്പതിനും അതിനും കാര്യമൊക്കെ എടുക്കണം അപ്പോൾ വേണ്ടവർ മേടിക്കാം അതിൻ്റെ വീഡിയോ പ്രൊമോഷൻ അല്ല കണ്ടപ്പോൾ 2 മിനിറ്റ് വീഡിയോ ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങുന്നത് നെക്സ്റ്റ് ഫാഷൻസിൻ്റെ ഒരാളുണ്ട് ഇതില്ലാത്ത അത് കുറച്ച് കാണിക്കുന്നത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് നിർത്തി വരുന്നത് beef coconut fry 100 gram 69 rupees carrot senior price 250 gram 49 rupees ee therna next oyakko നിങ്ങൾക്ക് ലുക്ക് കുറച്ച് എന്താ അഭിപ്രായം ഞാൻ മുടിയും താടിയൊക്കെ ഷേവ് ചെയ്ത ലുക്കനാവണോ അല്ലെങ്കിൽ ഇതേപോലെ നടക്കണം അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണ്ട നിങ്ങൾ 2x ഇരുന്ന് കാണണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേട്ടാ മറ്റേതും കണ്ടാൽ മതി ജ്യൂസ് തരണം അതാണ് മെയിൻ നിങ്ങൾ ഇത് കണ്ടിട്ട് മേടിക്കണ്ട ഫുഡ് കഴിച്ചെടുത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ചു മേടിച്ചു ഡ്രീം കേക്ക് മേടിച്ചു പിന്നെ ഷവർമ എനിക്ക് അത്ര ഇഷ്ടമായില്ല 89 രൂപ കാര്യമാണ് പല്ലൊക്കെ മേടിച്ചു പിന്നെ പറഞ്ഞു തോന്നുന്നില്ല വീഡിയോ ഒക്കെ എടുത്താണ് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഈ വീഡിയോ എല്ലാവർക്കും താങ്ക് യു ഗൈസ് സബ്സ്ക്രൈബ്